പിന്നെ ഞാനിപ്പോൾ ഈ കമന്റ് ഇടുന്നവരടുത്ത് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കുകയാണ്, ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എത്ര പേര് ലേബർ കോസ്റ്റും പെയിന്റിങ്ങിന്റെയും പ്ലേറ്റിങ്ങിന്റെയും ഒക്കെ റേറ്റ് പറയുന്നുണ്ട്? ആരും പറയാറില്ല. ഈ 10,000 രൂപയ്ക്ക് എൻ്റെ അറിവിൽ വേറെ ആരും ബുള്ളറ്റ് പണിത് കൊടുക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടും. ഇല്ല, നമ്മളെ ആദ്യം ഫസ്റ്റ് ടൈം ഈ ഒരു വർക്ക്ഷോപ്പിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഈ റീസ്റ്റോറേഷൻ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ 10,000 എന്ന് ഷിജിൻ പറഞ്ഞപ്പോഴത്തേക്ക് പലരും കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് മുതലാകുന്നു. അത് സത്യമാണ്. ഇതിപ്പോൾ ചേട്ടാ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് എനിക്ക് ഒരു പാഷനായിരുന്നു ചെറുതിലെ മുതലേ ബുള്ളറ്റ് മനസ്സിലായി. പിന്നെ ഒന്ന് എൻ്റെ അച്ഛൻ മെക്കാനിക്കായിരുന്നു. ഞാൻ കുഞ്ഞിലെ മുതലേ ഈ വണ്ടിയുടെ ചോറാണ് കഴിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത്ര വയസ്സായിട്ടും ഈ പണി ചെയ്യുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വണ്ടിയുടെ അടുത്തൊക്കെ ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പുതുതായിട്ട് മെക്കാനിക്കൽ ഒരുപാട് പേരുണ്ട് വന്ന് വർക്ക്ഷോപ്പ് ഇപ്പോൾ ഒരു പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് മെക്കാനിക് ആവാനായിട്ട് വരുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഞാൻ കാണുന്നത് ഈ ഓയിൽ ഒഴുകും ഈ വർക്ക്ഷോപ്പിലെ പൈസയിലാണ് ഞാൻ ജീവിക്കുന്നത്. വണ്ടികളാണ് നമ്മളെ ലോകം. അപ്പം ആ ഒരു പാഷൻ വെച്ചിട്ടാണ് ഞാൻ ബുള്ളറ്റിലോട്ട് ആദ്യം ഞാൻ ബൈക്ക് സ്കൂട്ടി എല്ലാം പണി വരും ബുള്ളറ്റിലോട്ടായത്. പിന്നെ എനിക്കിത് പൈസ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ലേബർ കൂടുതൽ മേടിക്കായിരുന്നു. പക്ഷെ നമുക്കത് വേണ്ട, നമുക്ക് ചെയ്യുന്ന പണിക്കുള്ള കൂലി മേടിക്കുക. എനിക്ക് 10,000 രൂപ മേടിച്ചാൽ എനിക്ക് മുതലാവുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ആ പൈസ മേടിക്കുന്നുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ 30,000 രൂപ മേടിക്കുന്നവരുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, 30,000 രൂപ ലേബർ എടുക്കുന്നവരുണ്ട്. മിനിമം 15-18 താഴെ ആരും ഞാനും കേട്ടുമായിരുന്നു ഈ 15-18 നോർമലി എല്ലാവരും മേടിക്കുന്നത്. 10 രൂപ ഞാൻ കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വരെ 6,000 രൂപയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് 6,000 രൂപയ്ക്ക് ഞാൻ വണ്ടി പണിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത ഓണം പറയും 2025 ഓണത്തിന് ശേഷമാണ് ഞാൻ 10 രൂപയ്ക്ക് തന്നെ കൂട്ടിയത്. കാരണം 6,000 രൂപയ്ക്ക് മേടിച്ചാൽ പിന്നെ മുതലാവേ. അതെ, ഉറപ്പാണ്. ഇത് തന്നെ സത്യം പറഞ്ഞാൽ മുതലാവുമെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതായത് അമിത ലാഭം വേണ്ട, നമുക്ക് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കിട്ടുക. അതുകൊണ്ടാണ് ഇപ്പൊ ചാലക്കുടിയിലെ കേസ് തന്നെ പറഞ്ഞില്ലേ, പുള്ളി വീണ്ടും വണ്ടി കൊടുത്ത് വിട്ടതിന്റെ മെയിൻ കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താലും വണ്ടി നല്ലോണം ചെയ്ത് കൊടുത്താലും കസ്റ്റമർ വണ്ടി കൊണ്ടുവരും. അപ്പൊ അവരെ നോക്കുമ്പോൾ ഓക്കെ വർക്ക് ഓക്കെയാണ്, എൻ്റെ നല്ല അഭിപ്രായം പറഞ്ഞതാണ് പുള്ളി. പിന്നെ എന്താണ്, അതുകൊണ്ടാണ് പുള്ളി അടുത്ത വണ്ടി കൊടുത്തിട്ട് രണ്ടാമത്തെ വണ്ടി വീണ്ടും 2 വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ വണ്ടി വീണ്ടും. അതുപോലെ തന്നെ പലരും